കോവിഡിന് ഭയന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ദിവസം 500-ലധികം പേർ അതിർത്തി കടക്കുന്നെന്നാണ് റിപ്പോർട്ട്. ഇതോടെ എത്രത്തോളം അനധികൃത ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാവുന്നത്. പല മാർഗത്തിലൂടെയാണ് ഇവർ ഇന്ത്യയിൽ എത്തിയത്. ഇതിനോടകം വ്യാജരേഖകളുമായി നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നോർത്ത് 24 പർഗാനാസ്, മാൾഡ ജില്ലകളിൽ നിന്നുള്ള ഈ തിരിച്ചുപോക്കിൽ വലിയ കുതിപ്പുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ബംഗാൾ മേഖലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നെന്നും SIR ആകാം ഇതിന് കാരണമെന്നുമാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഇത്തരം തിരിച്ചുപോക്കലുകൾ വല്ലപ്പോഴും 2 അക്കത്തിൽ തൊടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും 3 അക്കം കടന്നാണ് ഈ എണ്ണം നിൽക്കുന്നത്. ചില റിപ്പോർട്ടുകൾ 500 പേർ ദിവസവും കടക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല. 100-ഓ 150-ഓ അതിലും കുറച്ചുകൂടിയോ മറ്റോ ആണ് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. 300-ൽ താഴെ വരെ ഇതെത്തിയിട്ടുള്ളൂ. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരാണ് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നത്. പലരും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജീവിക്കാനായി ബംഗാളിൽ എത്തിയവരായിരിക്കും. ചിലർ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരായിരിക്കും. ഇപ്പോൾ SIR നടപ്പാക്കി കഴിയുമ്പോൾ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് കടക്കുന്നവരോ നിലവിലെ പോലീസ് പരിശോധന നടക്കുന്നതിൽ പേടിക്കുന്നവരാണ് ഇവരെല്ലാം. BSF ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പലരുടെയും കയ്യിൽ നിന്ന് ആധാർ കാർഡും വോട്ടർ IDയും BSF കണ്ടെത്തി. പെട്ടെന്നൊരു വർധന വന്നത് BSFും പോലീസും പരിശോധിച്ചു വരികയാണ്. അങ്ങനെ അതിർത്തി കടക്കുന്ന ആളുകളുടെ പരിശോധനകൾ 2 അതിർത്തിയിലും നടത്തുന്നുണ്ട്. ബയോമെട്രിക് പരിശോധന കൂടാതെ ചോദ്യം ചെയ്യലും ക്രിമിനൽ പശ്ചാത്തല പരിശോധനയും ഇരു അതിർത്തി സേനകളും ചെയ്യുന്നുണ്ട്. രേഖകളില്ലാതെ ബംഗ്ലാദേശി പൗരന്മാരുടെ എണ്ണത്തിൽ വളരെ പെട്ടെന്നാണ് വർധന റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂലമുണ്ടായ വർദ്ധിച്ചു വരുന്ന ഭയത്തിനിടയിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ ജൂലൈ മുതൽ ദിവസവും 200 മുതൽ 300 കുടിയേറ്റക്കാർ എത്തുന്നതായാണ് റിപ്പോർട്ട്. ഇവരിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് ആധാർ, വോട്ടർ കാർഡുകൾ എന്നിവ നേടിയെടുക്കാനും ചില സന്ദർഭങ്ങളിൽ ഒന്നിലധികം തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനും കഴിഞ്ഞുവെന്ന് കണ്ടെത്തി. അതേസമയം SIRനെതിരെ കടുത്ത എതിർപ്പാണ് ബംഗാൾ സർക്കാർ പ്രകടിപ്പിക്കുന്നത്. SIRനെതിരെ കൊൽക്കത്തയിൽ അതിനെതിരെ നടന്ന റാലിക്ക് മമതാ ബാനർജി നേതൃത്വം നൽകിയിരുന്നു. ബംഗാളിലെ എല്ലാ ജനങ്ങളും SIR ഫോം പൂരിപ്പിക്കുന്നതുവരെ താൻ അത് പൂരിപ്പിക്കില്ലെന്നും മമത പറഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസറിൽ നിന്ന് നേരിട്ട് SIR ഫോം സ്വീകരിച്ചിട്ടില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു. വോട്ടർമാരുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. സംസ്ഥാനത്തെ വോട്ടർ പട്ടികകളുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണ നടപടിക്കെതിരെ പശ്ചിമ ബംഗാൾ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ വോട്ടർമാരുടെ പട്ടിക അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മുഴുവൻ നടപടിയും പരിശോധിക്കാൻ കോടതി ഇടപെടണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.